കാരണം ഇതൊരു വലിയ സ്കൂളാണ്. ഒരുപാട് പേരെ 10-36 മനുഷ്യര് 18 വയസ്സിന് മുകളിൽ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ എല്ലാവരെയും എങ്ങനെ ഒരു കൈക്കുമ്പിളിൽ ഒരുമിച്ച് കൊണ്ടുപോയി തുളുമ്പാതെ സൂക്ഷിക്കണം. അത് ചില നല്ല അമ്മായിമ്മമാർക്ക് എ ഗ്രേഡ് കൊടുക്കില്ല, ചിലപ്പോൾ ചില മരുമക്കൾ ആ രീതിയിൽ മരുമക്കൾ ഉണ്ടെങ്കിൽ എ ഗ്രേഡ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ച പ്രതിഭാധനയനാണിത്. നമുക്കറിയാം, ഈ നാടിൻ്റെ ഏത് കോണിലെത്തിയാലും ഉണ്ണിമാഷെ അറിയാത്തവരായ ആരുമില്ല. അർത്ഥദീർഘമായ രണ്ടക്ഷരം ഈ അന്തരീക്ഷ പാളികളിൽ ലയിച്ചു നിൽക്കുമ്പോൾ ഉണ്ണി എന്ന രണ്ടക്ഷരം ഈ നാട് ഈ നൂറ്റാണ്ടിൽ മറക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ പറഞ്ഞു പോയാൽ എനിക്ക് ഈ രാവ് മതിയാവില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 34 വർഷം ഞാനും അദ്ദേഹവും വലിയ വ്യത്യാസങ്ങളില്ലാതെ ഈ അക്ഷരമുറ്റത്തെത്തിയതാണ്. ഞാൻ പറഞ്ഞു പോയാൽ സുദീർഘമായി പറഞ്ഞാൽ എനിക്ക് ഈ രാവ് മതിയാവില്ല. പക്ഷെ അതല്ല ഇന്നത്തെ പ്രധാനപ്പെട്ട ഘടകം. എന്നെ അറിയാവുന്നവരും മാഷെ അറിയാവുന്നവർക്കും ഒക്കെ അറിയാം, ഇരുമയാണെങ്കിലും മനമൊന്നായി ഈ വിദ്യാലയത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി 3.25 പതിറ്റാണ്ടോളം പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാധിച്ചു. ഞാനും ഒരു പഴുത്ത ഇലയാണ്, ഏറെ താമസിയാതെ താഴേക്ക് അടർന്നു വീഴാൻ നിൽക്കുന്ന ഒരു ഇലയാണ്. അതുകൊണ്ട് എനിക്കും ഏറെ താമസിയാതെ പോകേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് മാഷോടൊപ്പമുള്ള യാത്രയെക്കുറിച്ച് ഇനിയും ദീർഘമായി പറയുന്നത് അഭംഗിയാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടന്നുകൊള്ളാം. കൽപ്പറ്റ നാരായണൻ മാഷ്, ഈ വരികൾ ഞാൻ പറയുമ്പോൾ വികാരാധീനാവുകയാണ്. കൽപ്പറ്റ നാരായണൻ മാഷ് ഒരു പുസ്തകം എഴുതി, ഒരു വലിയ പുസ്തകം, ഒരു പക്ഷേ ഉൾപ്പെടെയുള്ളവർ വായിച്ചിട്ടുണ്ടാകും. അദ്ദേഹം ആ പുസ്തകത്താളിൻ്റെ അവസാന പേജിൽ ഇങ്ങനെ ഒരു വരി എഴുതി: ഞാൻ എത്തിയാൽ മാത്രം കെടാറുള്ള വിളക്ക് ഇന്നലെ കെട്ടു. തൻ്റെ അമ്മയെക്കുറിച്ച് അദ്ദേഹം അവസാന പേജിൽ കുറിച്ചത് അതാണ്. ഒരു പക്ഷേ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നീ വന്നിട്ട് പോകാം, നീ വാ, നീ എപ്പോഴാ എത്തുന്നേ, നീ വരാതെ എങ്ങനെയാ പോകുന്നേ, നമുക്ക് രണ്ടുപേർക്കും പോകാം, നീ വാ എപ്പോഴാ എത്തണേ, അതനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കാം എന്നൊക്കെ പറയുന്ന എൻ്റെ ആ ജ്യേഷ്ഠ സഹോദരൻ തൻ്റെ സേവന പുസ്തകത്തിൽ അർത്ഥവിരാമം കുറിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൗഢമായ ഒരു സെൻഡ് ഓഫ് ഈ നാട് ഒരുക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ അദ്ദേഹം പോകുന്നതിൽ വലിയ വിങ്ങലുണ്ടെങ്കിലും പ്രൗഢമായി ഈ സദസ്സിനെ കാണുമ്പോൾ തീർച്ചയായും ഇത് ഇനഫ് ആൻഡ് മോർ എന്ന വാക്ക് തന്നെ ഞാൻ പറയേണ്ടി വരും. ഞാൻ ഇനി നീട്ടുന്നതിൽ അർത്ഥമില്ല, സമയം കുറെ നീട്ടിയത് കൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. മനോഹരമായ ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ KP ഹുസൈനാജി അവറുകളാണ്. ഞാൻ ഒരിക്കൽ പോലും KP ഹുസൈനാജി അവറുകളെന്ന് സംബോധന ചെയ്യുന്നത് എൻ്റെ ഹൃദയഭാഷയിൽ എനിക്ക് വലിയ ഇഷ്ടമില്ല. ഈ നാട് സ്നേഹത്തോടെ അദ്ദേഹത്തെ വിളിക്കുന്ന കുഞ്ഞുട്ടിയാക്ക എന്ന് തന്നെ വിളിക്കാനാണ് എനിക്കിഷ്ടം. ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ AO ഇരിക്കുമ്പോൾ ഈ വർഷത്തെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം എക്കാലത്തും മാനേജറുടെ ലൈഫിലും ഒരു വലിയ സംഭവം തന്നെയാണ്. നമ്മുടെ ഹൈസ്കൂളിലും നമ്മുടെ ഈ വിദ്യാലയത്തിലും വെച്ച് നടന്ന വേങ്ങര ഉപജില്ലാ കായികമേള ഏറ്റവും കുറ്റമറ്റ രീതിയിൽ നടത്തി തീർക്കാൻ മാനേജർ കാണിച്ച ആ വലിയ മനസ്സ് ഇന്നും ശ്ലാഘിക്കപ്പെടുന്നതാണ്. അതുപോലെ ചരിത്രം ഒരിക്കലും മറക്കാത്ത ഒരു കാര്യമാണ്. അത് പറയുമ്പോൾ അതിലൊരു ചെറിയ സംഭവം ഞാൻ ആപേക്ഷികമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്.